സുഹൃത്തുക്കളെ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഇതിൻ്റെ ഓക്കെ ആണ്. കണക്ഷൻ നോക്കിയതാണ്. കാരണം ഈ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് വൈഫൈ കണക്ട് ചെയ്താലേ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ കാണാൻ പറ്റുള്ളൂ. 14 വയസ്സിൽ സിനിമാ മോഹവുമായി വന്ന് ചലച്ചിത്ര മേഖലയിൽ വഞ്ചിക്കപ്പെട്ടൊരു പെൺകുട്ടി, അതായത് മൈനറാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ അതും 9 വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി കടന്നു വന്ന മാനസിക സംഘർഷങ്ങളുടെ വഴികൾ, ആ കുട്ടി പിന്നീട് 3 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ലൈവ്, അതൊക്കെ കൂടി ആ വീഡിയോയും ഒറിജിനൽ വീഡിയോയും ആ കുട്ടിയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ വളരെ ഈ ലൈംഗികമായിട്ടുള്ള രീതിയിലുള്ള ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ അതെല്ലാം ഞാൻ കണ്ടു. പിന്നെ ആ കുട്ടിയുടെ ലൈവും കണ്ടു, ഒക്കെ കണ്ടു. എനിക്ക് സുഹൃത്താണ് അയച്ചു തന്നത്. ഇതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്യുന്നത് നന്നായിരിക്കുന്നു പറഞ്ഞു. കാരണം ഏറെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയം എന്ന രീതിയിലാണ് അവനത് പറഞ്ഞത്. അത് പറയുമ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ബാലവേല പാടില്ല എന്നാണ് പറയണത്. ഒരു ഈ 10-14 വയസ്സുള്ള കുട്ടി ഒരു കടയിൽ നിർത്തി കഴിഞ്ഞാൽ കടക്കാരനെതിരെയും കേസാണ്. ആ കുട്ടിയെ കൊണ്ട് വേറെ എന്തെങ്കിലും പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ പണിയെടുപ്പിച്ചവനെതിരെ കേസാണ്. പക്ഷെ സിനിമയിൽ ഇത് പറ്റും. സിനിമയിൽ 14 വയസ്സുള്ള കുട്ടിയും 10 വയസ്സുള്ള കുട്ടി 8 വയസ്സുള്ള കുട്ടിയെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കാം. അത് അതിന് തൊഴിൽ എന്ന രീതിയിൽ തന്നെ അഭിനയിപ്പിക്കാം, അതിന് പൈസ മേടിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ ഒരു കഥാപാത്രത്തിന് യോജിച്ച ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ, കാരണം കുട്ടികൾ കഥാപാത്രങ്ങളായിട്ട് വരും, കുട്ടികളുടെ കഥാപാത്രം ഉണ്ടാവും, അതിന് പറ്റിയ ഒരാൾ പുഴു സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള രത്തിനയുടെ ഹസ്ബൻഡാണ് ഷർഷാദ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയും രത്തിനായിട്ടുള്ള വിഷയം, എം പി ഗോവിന്ദൻ മാഷും മകനും രത്തിനായിട്ടുള്ള വിഷയമൊക്കെ ഷർഷാദാണ് ഇപ്പോൾ വിളിച്ചത്. ഷർഷാദ് ഭായി വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതാണ്. പിന്നീടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷർഷാദ് പോയിട്ട് ഷാജ് കറിയുടെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ നടത്തിയത്. എനിക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ബാലവേല എന്ന് പറയുന്നത് സിനിമയിൽ ഒരു ബാലകഥാപാത്രം ഉണ്ടെങ്കിൽ അഭിനയിക്കുക തന്നെ വേണമല്ലോ, അതിനാരെങ്കിലും വേണമല്ലോ. പിന്നെ അത് ഫ്രീ ആയിട്ട് അഭിനയിക്കണം എന്ന് പറയാൻ പറ്റില്ല, അതിന് പൈസ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. ഇപ്പം തന്നെ നമ്മളെ മേപ്പടിയാൻ, നമ്മളെ ഉണ്ണിയുടെ സിനിമയ്ക്കകത്തൊരു നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു കുഞ്ഞു മോള് അഭിനയിച്ച്, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ബാലതാരങ്ങളിൽ നമുക്ക് ഏറ്റവും ഓർത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ ബേബിശാലിനിയാണ്, മാമാട്ടിക്കുട്ടിയമ്മ. എൻ്റെ പപ്പയൊക്കെ എപ്പോഴും പറയാറുണ്ട്, മമ്മിയും പറയാറുണ്ടായിരുന്നു അവർ മരിക്കുന്നവരെ. ഈ ബേബിശാലിനിയുടെ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെയാണ്. മാമാട്ടിക്കുട്ടിയമ്മ കാണണമെന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കിയിരുന്നു വീട്ടിൽ. അവസാനം പപ്പ എന്നെ കൊണ്ട് പോയി മാമാട്ടിക്കുട്ടിയമ്മ. നമ്മളിങ്ങനെ കേട്ട് ശീലമുള്ളൂ, മാമാട്ടിക്കുട്ടിയമ്മയുടെ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏതോ 1-2 സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെയുള്ള ബാലകഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളെ വെച്ച് അഭിനയിപ്പിക്കുമ്പം ചെയ്യേണ്ടുന്ന ചില സാമാന്യ മര്യാദകളുണ്ട്. ആ സാമാന്യ മര്യാദകളെ കുറിച്ച് തീരെ ബോധമില്ല. ഞാൻ എന്തായിരുന്നാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഈ പെൺകുട്ടിയുടെ മറ്റേ ഒരു ഹാഫ് വീഡിയോസൊക്കെ ഞാൻ കണ്ടു, അയച്ചു തന്ന ലിങ്കിൽ നിന്ന്. ഞാൻ ഈ ആ പെൺകുട്ടിയുടെ ലൈവ് ഞാൻ കേൾപ്പിക്കാം. നമസ്കാരം, എന്റെ പേര് സോന. ഞാനൊരു 5ാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് എന്റെ ലൈഫിലെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള, എന്റെ പേരൻസിന്റെ മുമ്പിലോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ ഞാൻ അധികം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം പബ്ലിക്കായിട്ട്. ഈ കുട്ടിയുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 വർഷം മുമ്പുള്ള ലൈവ് ആട്ടോ, ഏകദേശം 6 ലക്ഷത്തോളം പേര് കണ്ടിട്ടുള്ള ലൈവാണ് ഫേസ്ബുക്കിൽ തന്നെ. ഞാനിത് കഴിഞ്ഞ ശേഷം ഞാൻ കണ്ട വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ മക്കളുടെ ഒപ്പം ഇരുന്നിട്ട് പ്ലേ ചെയ്ത് കേൾക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെ ഡിസ്കസ് ചെയ്യാനും റിവീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ, അതായത് എന്റെ 10ാം ക്ലാസ് പഠനകാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയുടെ പേര് ഫോർ സെയിൽ എന്നായിരുന്നു. അതിന്റെ സംവിധായകന്റെ പേര് സതീഷ് അനന്തപുരി, അതിന്റെ പ്രൊഡ്യൂസറുടെ പേര് ആൻഡ്രോ കടവിൽ. ആ സിനിമയുടെ പ്രമേയം എന്തായിരുന്നു ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നത് എന്നെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം അത്രയും സ്ത്രീ വിരുദ്ധത നിറഞ്ഞതും സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങളും പ്രമേയത്തെയും ഗ്ലോറിഫൈ ചെയ്ത ഒരു സിനിമയാണ് ഫോർ സെയിൽ. സ്വന്തം സഹോദരി അനുജത്തി ആത്മഹത്യ ചെയ്യുന്നത് കണ്ട് മനംനൊന്ത്, സ്വന്തം സഹോദരി നശിപ്പിക്കപ്പെടുന്നത് കണ്ട് മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഹീറോയിൻ കഥാപാത്രത്തെയാണ് അതിലെ കാതൽ സന്ധ്യ എന്ന് പറയുന്ന ആക്ട്രസ് അവതരിപ്പിച്ചത്. അഭാഗ്യവശാൽ അതിലെ അനുജത്തി ഞാനായിരുന്നു.
പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിപ്പെട്ടത് ഞാനാണ്. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതിന്റെ തെളിവാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മേലെ അത്തരത്തിലൊരു സാഹചര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ, അതായത് സഹോദരി സ്വന്തം അനുജത്തെ മറ്റൊരാൾ നശിപ്പിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രമേയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും സംവിധായകരും ആവശ്യപ്പെട്ടപ്പം അന്ന് എനിക്ക് 14 വയസ്സാണ്, ചെറിയ കുട്ടിയാണ്. ഇങ്ങനെ ഒരു 150 പേരോളം ഉള്ള സെറ്റിൽ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, സമ്മതിച്ചു. അല്ലെങ്കിൽ അതിനൊട്ടും കംഫർട്ടബിൾ അല്ല എന്ന് അവര് തന്നെ പറഞ്ഞു. കാര്യം ചെറിയ കുട്ടിയാണ്, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള, അല്ലെങ്കിൽ ഞാൻ എന്ത് സിനിമയിലാണ് അഭിനയിക്കുന്നത്, എന്ത് സീനിലാണ് അഭിനയിക്കുന്നത്, എന്താണ് എന്റെ ഡയലോഗ്, ആ ഡയലോഗിന് ഈ സമൂഹത്തോട് ആ ഡയലോഗിലൂടെ ഞാൻ എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു പ്രായം. അങ്ങനെ ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്തത് ആ ഡയറക്ടറുടെ കലൂരിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ്. എന്റെ പേരൻസും അവിടെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ കുറച്ച് മാത്രം അണിയറ പ്രവർത്തകരും മാത്രമാണ് ആ സീൻസ് ഷൂട്ട് ചെയ്തത്. സിനിമ കഴിഞ്ഞു. എന്റെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്റെ നോർമൽ ലൈഫിലേക്ക് മടങ്ങി. ഞാൻ 11ാം ക്ലാസ് പഠിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എടുത്ത ആ സീൻസ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് വെബ്സൈറ്റുകളിലും പല ഫോൺ വെബ്സൈറ്റുകളിലും പ്രചരിക്കുവാൻ തുടങ്ങി. പല രീതിയിൽ, പല പേരുകളിൽ, പല ടൈറ്റിലുകളിൽ. അതോടുകൂടി സിനിമ അത്തരം ഒരു അനുഭവം അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ആ ഒരു വീഡിയോ മിസ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ എന്റെ കുടുംബം വളരെ ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിനേറ്റ ആഘാതം എല്ലാവർക്കും മനസ്സിലാക്കാം. അത് കേൾക്കുന്നവർക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാര്യം അതിന്റെ ഒരു വിക്ടിമാണ് ഞാൻ ഇത്രയും വർഷമായിട്ട്. അതോടുകൂടി സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ തന്നെ എന്തിന് അധികം പറയണം, അധ്യാപകരടക്കം പലരും എന്നെ പല വിധത്തിൽ സംശയത്തോടുള്ള കണ്ണുകളോടുകൂടി നോക്കുന്നതാണ് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുള്ളത്. അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വന്തം മകളെ എന്റെ വീട്ടുകാർക്ക് വളരെ സ്നേഹമാണ്, അവർക്ക് വളരെയധികം സ്നേഹമാണ്, അവർക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. എന്നിരുന്നാൽ കൂടി അവർക്ക് സിനിമ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. കാര്യം ഇത്രയും നാളും സമൂഹത്തിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പിന്നെ ഏകദേശം 11 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അതിനെപ്പറ്റി 4.5 മിനിറ്റ് ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മൊത്തം കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ കേട്ടുകൊണ്ടിരിക്കില്ല. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയുടെ മറ്റേ വീഡിയോ കണ്ടു, അതിലേക്ക് വരാം. ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധക്കുറവുണ്ട്. അപ്പം സിനിമയ്ക്കകത്ത് എന്തിനാണ് സാധാരണ സിനിമയ്ക്കകത്ത് അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പോൺ സിനിമ എടുത്താൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അഡൾട്ട്സ് ഓൺലി സിനിമ എടുക്കുക. ഇപ്പൊ മറ്റേ ഷക്കീലയുടെ കിന്നാരത്തുമ്പികൾ പോലെ അല്ലെങ്കിൽ ഉള്ള സിനിമകൾ എടുക്കുക. ഇഷ്ടമുള്ളതും പോയി കണ്ടാൽ മതി, അല്ലാത്തൊരു കാണണ്ട. പോസ്റ്ററിലും അങ്ങനെ തന്നെ കാണിക്കുക. ഇത് കുട്ടിയെ ചീറ്റ് ചെയ്ത് സിനിമയ്ക്ക് തന്നെ എടുത്ത് അതിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കും. ആ വീഡിയോ വളരെ വൾഗറായിട്ടാണ് പിന്നെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം, ആ വീഡിയോയെ കുറിച്ച് ഞാൻ പറയാം. അതിനിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ബാലവേല കുറ്റ ഓക്കെ, ബാലകഥാപാത്രം വേണം സിനിമയ്ക്കകത്ത്. അപ്പം പിന്നെ അതിന് പിന്നെ 60 വയസ്സുള്ള ആൾ പോയിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാം. അതിന് ബാക്കിയുള്ള പിന്നെ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചെല്ലുമ്പോൾ പൈസ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് പിന്നെ കുട്ടിയെ വെച്ച് പണിയെടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പിന്നെ ലേബർ കമ്മീഷനൊന്നും പിന്നെ ലേബർ ഓഫീസറൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പോട്ടെ. കാരണം എന്ന് വെച്ചാൽ കംഫർട്ടബിൾ സോണ്. കുട്ടിയെ കൊണ്ട് കല്ല് ചോമിപ്പിക്കുകയല്ല, കുട്ടിയെ കൊണ്ട് വെള്ളം കോരിപ്പിക്കുകയല്ല, കുട്ടിയെ കൊണ്ട് പിന്നെ പൊറോട്ട അടുപ്പിക്കുകയല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പം നിങ്ങൾ ഇത്തരം സിനിമകൾക്കകത്ത് ഇത്തരം സീനുകൾ വരുമ്പോൾ ചെയ്യേണ്ടത് ചില സാമാന്യ മര്യാദകളുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളുടെ സീനുകൾ. ഇപ്പൊ കാഴ്ച സിനിമ ബ്ലസ്സിയുടെ ഫസ്റ്റ് സിനിമയായിരുന്നു എനിക്ക് തോന്നണേ. ഇപ്പൊ നമ്മളെ ആടുജീവിതത്തെ കാഴ്ച സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം അതിനകത്താണ് നമ്മളെ കൊച്ചുൻ റാപ്പി, പിന്നെ സനൂഷ അതിനകത്ത് പിന്നെ അഭിനയിക്കുന്നുണ്ട്. ഈ കാഴ്ച സിനിമയ്ക്കകത്ത് പത്മപ്രിയ ആദ്യമായിട്ട് വന്നിട്ടുള്ള മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ്. നല്ല രസമുള്ള ഒരു ദൃശ്യവ്യാകരണമുള്ള വിഷ്വൽ ഗ്യാമറുള്ള സിനിമയായിരുന്നു കാഴ്ച. ഞാനിപ്പോൾ അങ്ങനെ സിനിമ കാണാറില്ല, കുറെ കാലങ്ങളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് സിനിമ കാണാറില്ല. ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് സിനിമ കണ്ടിട്ട് ഫിലിം റിവ്യൂ നടത്തുന്നത്. കാരണം ഇവിടെ ഫിലിം റിവ്യൂ നടത്തുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. പോട്ടെ. കാഴ്ച സിനിമയ്ക്കകത്ത് ഒരു ചെറിയ കുട്ടിയെ, ഒരു ഉത്സവപ്പറമ്പിലാണെന്ന് തോന്നുന്നു, പൂരപ്പറമ്പിൽ എവിടെയോ ഒരു പോലീസുകാരൻ
ഒരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കുകയും അതിൽ മമ്മൂട്ടി ഇടപെടുകയും ചെയ്യുന്ന സീനുണ്ട്. എന്ന് എഴുതിയിട്ട് ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കുന്നത് പച്ചയ്ക്ക് ആ സീൻ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടാ, കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുമോ? നമുക്ക് മനസ്സിലാവും അത് ഇതാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയ പോരെ സംഭവം ഇതാണ് സംഭവിച്ചതെന്നുള്ളത് മാത്രം ബോധ്യപ്പെട്ടാൽ പോരെ. അല്ലാതെ ആ സീൻ പച്ചയ്ക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ അത് പോൺ വീഡിയോയാ, അത് കിന്നാരത്തുമ്പിയായിട്ട് മാറ്റമില്ല. ഏപ്പടോ കഴിവില്ലാത്ത സംവിധായകരാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ ചാപ്പാക്കുരിശ് സിനിമയ്ക്കകത്ത് ഈ ലിപ് ലോക്ക് ഉണ്ട്, സീനുണ്ട്. രമ്യ നമ്പീശനെതിരെ എന്തെല്ലാം സൈബർ അറ്റാക്ക് ഉണ്ടായി. അപ്പൊ രമ്യ ഒറ്റയ്ക്കാണോ ചുംബിച്ചത്? രമ്യ ഫഹദ് കൂടിയല്ലേ ചുംബിച്ചത്? ഇവിടെയൊക്കെ ഉണ്ടാവുന്ന പിന്നെ ഈ ആൺമേൽക്കോയ്മ, പുരുഷ മേധാവിത്വത്തിന്റെ ഒരു സ്വഭാവം അതുണ്ട്. പെണ്ണിന് പ്രശ്നം, ആണിന് പ്രശ്നമില്ല. ഈ ചുണ്ടും പിന്നെ ഈ ഫ്രഞ്ച് കിസ് ചെയ്യലും ഈ സ്മൂച്ച് ചെയ്യലും ഒക്കെ നടത്തിയത് രമ്യയും ഫഹദും കൂടിയാ. അപ്പൊ ഫഹദിന്റെ ചുണ്ടിനും ഫഹദിന്റെ നാക്കിനും പ്രശ്നമില്ല, രമ്യയ്ക്ക് പ്രശ്നം. അങ്ങനെയുള്ള അറ്റാക്ക് ഉണ്ടായി. പക്ഷെ ആ സീൻ പോലും ആ സിനിമയ്ക്കകത്ത് ഒഴിവാക്കായിരുന്നു. കുടുംബമായിട്ട് എങ്ങനെ കാണുക? നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് മക്കളെയും കൊണ്ടൊക്കെ എങ്ങനെ പോയിട്ട് കാണുക ഇത്ര ഒരു സീനിനകത്ത് പോകുന്നത്? ആലോചിച്ചു നോക്കൂ, കുടുംബ സിനിമയായിട്ട് കാണുന്നത്. അപ്പൊ ഇവരെന്താ വെച്ചാൽ കുടുംബ സിനിമയായിട്ട് കാണാൻ പറ്റിയ സ്റ്റഫ് മെറ്റീരിയൽസ് ഒന്നും അതിനകത്തില്ല. പിന്നെ അത് കാണാൻ പൈസ ഉണ്ടാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ സീൻ കാണാൻ വരുന്നവർ വരും. അതിനകത്ത് ഫഹദും രമ്യ നമ്പീശനും തമ്മിൽ ലിപ് ലോക്ക് ഉണ്ട്, ഫ്രഞ്ച് കിസ് ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കാണാൻ വേണ്ടി പോകും. അതെന്താ വെച്ചാൽ അവനവൻ കഴിവില്ലാത്ത പൊട്ടന്മാര് സിനിമ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ സീൻ കയറ്റി വിടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാഴ്ചയ്ക്കകത്ത് ബ്ലസ്സിക്ക് കഴിവുണ്ട്, ടാലന്റഡാണ്. ബ്ലസ്സിക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു റേപ്പ് സീൻ എടുക്കുകയാണെങ്കിൽ എത്രയോ മലയാള സിനിമകൾക്കകത്ത് റേപ്പ് സിനിമ എടുക്കുന്നുണ്ട്. നല്ല ക്ലാസിക് സിനിമകൾക്കകത്ത് റേപ്പ് ചെയ്യുന്നത് കാണിക്കുമോ? ബ്ലൗസ് വലിച്ചു വരുന്നു, മറ്റേത് ഇത് പിന്നെ പാവാട അടിക്കുന്നത് ഇങ്ങനെ കാണിക്കും ആരെങ്കിലും? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ബിരിയാണി സിനിമയ്ക്കകത്ത് വേണ്ടി വന്നു, റേപ്പ് സീനല്ല കടപ്പുറ സീൻ വേണ്ടി വന്നു, കരിക്കുസൃതിയുടെ എല്ലാം കാണിക്കേണ്ടി വന്നു. പിന്നെ ഇവർ ആക്ഷൻ കാണിക്കേണ്ടി വന്നു. മിലിറ്ററി പൊസിഷനിലും മറ്റേ പൊസിഷനിലും ഒക്കെയുള്ള എല്ലാം മൊത്തം ആക്ഷൻ കാണിക്കേണ്ടി വന്നു. രണ്ട് പൊസിഷനിലും കാണിച്ചിട്ടുണ്ട്. ഇത് കാണിക്കേണ്ടി വന്നെന്താ? അത് കാണാൻ വേണ്ടിട്ടെങ്കിലും ആള് കയറട്ടെ എന്നുള്ളതാണ്. ടാലന്റ് ഉള്ളവൻ അതിന്റെ ആവശ്യമില്ല. ടാലന്റ് ഉള്ളവൻ അല്ലാതെ തന്നെ ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും. എന്താണ് അവിടെ സംഭവിച്ചത്? അവർ തമ്മിലുള്ളൊരു പിന്നെ പരസ്പരം ഒരു കിടപ്പറയിൽ പ്രണയം പങ്കെടുക്കുകയായിരുന്നു, രതി പങ്കെടുക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ചെറിയ വിഷ്വൽസ് മതി, സിംബോളിക്കായിട്ട്. കേരള സ്റ്റോറി സിനിമ എത്ര മനോഹരമാണ് എനിക്ക് തോന്നുന്നത്. കേരള സ്റ്റോറിക്കകത്ത് പിന്നെ ഒരാൾ കല്യാണം കഴിച്ചിട്ട് വേറൊരാൾക്ക് പങ്കുവെക്കുന്നു ഇവളെ, പിന്നെ മതം മാറ്റിച്ചു കൊണ്ടേ പെൺകുട്ടിയെ. അതിനകത്തൊന്നുമില്ല, വേറെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സീനുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫെയിൽഡാണ്. ഇങ്ങനെ എന്നാ വേണമെങ്കിൽ അവർക്ക് കാണിച്ചുകൂടായിരുന്നോ? ഈ ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൂടായിരുന്നോ? ഇത് കാണിക്കാതെ സിനിമ എടുക്കാൻ പറ്റണം. അത് എടുക്കാൻ പറ്റാത്ത സംവിധായകനല്ല, അവന് ഏത് സംവിധായകനാ, അത് ഏത് സംവിധായകനാണ്, ഏത് കോണത്തെ സംവിധായകനാണ് ആണെങ്കിലും. അതേപോലെ തന്നെ തന്മാത്രയ്ക്കകത്തുണ്ട്. പിന്നെ അതേപോലെ ഈ ക്രാഫ്റ്റ് സ്കില്ലൊന്നും ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ പുലിമുരുകൻ സിനിമ അന്ന് എന്റെ പെങ്ങളെ മോള്, ഇപ്പൊ അവൾക്ക് പിന്നെ 15 വയസ്സായി, അന്ന് അവൾക്ക് 7 വയസ്സാ. പിന്നെ ചെറുക്കന് അന്ന് പിന്നെ 4 വയസ്സ്. പുലിമുരുകൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ട് പുലിമുരുകൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാനും അന്നെന്റെ പിന്നെ മുൻഭാര്യയായിട്ട് ഞാൻ ഡിവേഴ്സഡ് ആയിട്ടില്ല, നമ്മൾ ഒരുമിച്ചുള്ള സമയമാണ്. ഞാനും പിന്നെ അവളും ഈ കുഞ്ഞുങ്ങളും പിന്നെ 2 അനിയത്തിമാരും ഞങ്ങളെല്ലാം കൂടി പോയിട്ട് നിലമ്പൂർ ഫെയർലാൻഡ് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു. അതൊരു വൃത്തികെട്ട സീനുണ്ട്. ലാലിന്റെ കഥാപാത്രം ഒരു സ്ത്രീയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ട് കട്ടിൽ പൊട്ടിച്ചാടി എന്ന് പറയുന്നത്, കട്ടിൽ പൊട്ടി വീണു എന്ന് പറയുന്നത്. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എന്താ? അപ്പം ഈ ചെറുക്കൻ അത്രയും മനസ്സിലായിട്ടൊന്നുമില്ല, അവനിങ്ങനെ വെറുതെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മടിയിലിരുന്നിട്ട്. ചെറുക്കൻ എന്റെ മടിയിലാണ്, മോളിപ്പുറത്ത് എന്റെ പിന്നെ ഭാര്യയുടെ മടിയിലാണ്. കാരണം അവർക്ക് 2 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല, ഞങ്ങൾ 4 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പം ചെറിയ പിള്ളേരല്ലേ, അല്ല മോക്കെടുത്തില്ല, മോൾ എന്റെ ഇപ്പുറത്താണ്, എന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ്. കാരണം പിള്ളേർക്ക് 2 പേർക്ക് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. മോളെ ചോദിച്ച് എന്നെ അച്ചാച്ചെന്ന് വിളിക്കുക. എന്താ അച്ചാച്ച കട്ടിലെന്താ പൊട്ടിച്ചാടിയേ എന്ന് ചോദിച്ചു. എന്താ നമ്മൾ മറുപടി പറയാ? എങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്? ഇങ്ങനെയാണോ സിനിമ എടുക്കേണ്ടത്? അതിനേക്കാളും ഭേദമല്ല ചുരുളി സിനിമ. അതിൽ തനി തെറിയാന്നുള്ളത് നമുക്കറിയാം, അതുകൊണ്ട് ഫാമിലികൾ പോവില്ല, പോയാൽ മതി. ഇത് മോഹൻലാലിന്റെ സിനിമയാണ്, ചുരുളി സിനിമ. പിന്നെ പുലിമുരുകൻ നിൽക്കുമ്പോൾ ഫാമിലിയായിട്ട് പോയിട്ട് പിന്നെ ഇമ്മാതിരി പിന്നെ വൃത്തികേടുകൾ കാണിക്കുക. ഞാൻ സദാചാരം പറയല്ല, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ സഹോദരിമാരുടെ കൂടെ, എന്റെ പെങ്ങന്മാർ 2 പേരും അടുത്തിരിക്കുക, അപ്പോൾ ഈ കട്ടിൽ പൊട്ടിച്ചാടി എന്ന് പറയുന്നത് തിയേറ്ററിൽ മുഴുവൻ ഭയങ്കര ചിരി, കുറെ പേരെ കമന്റുകളും ആകെ പിന്നെ ഇറങ്ങിപ്പോരാൻ തോന്നിപ്പോയായിരുന്നു.
തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആരും പരസ്പരം മിണ്ടിയില്ല. ഞങ്ങളൊരു വണ്ടിക്ക് വരുന്നത് ഞങ്ങൾ ആരും പരസ്പരം മിണ്ടുന്നില്ല സിനിമയെക്കുറിച്ചൊന്നും. പിള്ളേരുകൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കാരണം ഈ ഒരു സീനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഭാര്യയെ ഞാനും കൂടെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഓക്കെ, കൂടെ ജോലി ചെയ്യുന്നവരെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ അനിയത്തിമാരെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണുക മക്കൾക്ക് പിന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയാം. അതിനിടയിൽ കൂടി അതിന് വൃത്തികെട്ടില്ല കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. സിനിമ എടുക്കാൻ അറിയില്ലെങ്കിൽ എടുക്കണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ പിന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ഈ അഭിനയിക്കുന്ന വീഡിയോ കണ്ടു. വീഡിയോ കണ്ടതിനകത്ത് വല്ലാതെ ന്യൂഡിറ്റി ഒന്നുമില്ല, ക്ലീവേജ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആദ്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു പിന്നെ ടോപ്പ് ഉണ്ട്. ഞാൻ ആ കുട്ടിയുടെ ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാത്തതെന്ന് വെച്ചറിയോ, എനിക്ക് അതിനകത്ത് വിഷമമുണ്ട്. എനിക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവൈലബിൾ ആണ്. യൂട്യൂബിലാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷേ അത് പോൺ വീഡിയോസിലേക്ക് എത്തുമ്പോൾ തലയും പാലും കട്ട് ചെയ്യും. ഈ കുട്ടിയുടെ അമ്മ അതിനകത്തുണ്ട്. പക്ഷെ അമ്മയുള്ള പോർഷൻ ഇവർ പിന്നെ പോൺ വീഡിയോസിൽ പിന്നെ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അമ്മയുള്ള പോർഷൻ കട്ട് ചെയ്യും. എന്നിട്ട് ഈ കുട്ടിയുടെ മാത്രം ഈ അമ്മയുള്ള പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അമ്മയുള്ള പോർഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു അമ്മ കൂട്ടി കൊടുക്കാൻ കൊണ്ടേതാണ്. അമ്മയുള്ള പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ കാണുന്നവർ കരുതും ഒരു കാമുകനും പിന്നെ കാമുകിയും തമ്മിലുള്ള കാമകേളി എന്നുള്ള രീതിയിലാണ് ഫോർ പ്ലേയുടെ അതേ സ്റ്റൈലിലാണ് പോണത്. സെക്ഷൽ ഫോർ പ്ലേ പിന്നെ ലൈംഗികമായിട്ടുള്ള ഈ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് കണ്ടിട്ട് തന്നെ വലിയ ഒന്നും അവിടെ ഇല്ല. ഒരു ചെറിയ ഓഫീസിനകത്ത് കുറച്ച് പേരെ കൊണ്ടൊന്നുമില്ല, ആരുമില്ല. ഈ കുട്ടിക്ക് 10-14 വയസ്സുള്ള കുഞ്ഞിനെ കുറ്റം പിന്നെ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ വീഡിയോ 3 വർഷം മുമ്പുള്ളതാണ്, അവളുടെ ലൈവ് 3 വർഷം മുമ്പുള്ളതാണ്. അതിനും 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോൾ 8-9 വർഷം മുമ്പാണ്. ഇപ്പൊ ആ കുട്ടിക്ക് അപ്പം 10-23-24 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 22-23 വയസ്സുണ്ടാവും. നിയമ വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ LLB കഴിഞ്ഞിട്ടും ഉണ്ടാവും. അന്ന് വിദ്യാർത്ഥിനിയാണെന്ന് 3 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ ഇപ്പൊ LLB കഴിഞ്ഞിട്ടുണ്ടാവും, വക്കീലായിട്ടുണ്ടാവും. ഇതിനകത്തുണ്ടാവുന്നൊരു വിഷയം, ഈ മാതാപിതാക്കൾ ഇങ്ങനെ സീൻ ഐ വിറ്റ്നസ് ആയിട്ട് അമ്മ നിൽക്കുക. ഈ കുട്ടി ആദ്യം ഫ്രോക്കൊക്കെ ഇടിച്ച് ലെഗിൻസ് ഉണ്ട്, കാൽവരല് തൊട്ട് നെറ്റ് വരെ കൈകൊണ്ട് തലോടുകയാണ്. ഇങ്ങനെ വിരൽ വെച്ച് കൊടുക്കുമ്പോൾ ആ കുട്ടി സ്മൂച്ച് ചെയ്യുക വിരല്. സിംബോളിക് സെക്സിന്റെ സിംബോളിക് ആയിട്ടുള്ള സാധനങ്ങളാണ് വരണേ. പിന്നെ ആ കുട്ടി ഫ്ലൈങ് കിസ് കൊടുക്കുന്നു, പിന്നെ ഉമ്മ കൊടുക്കുന്നതായിട്ട്. ഇതൊക്കെ അവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ കാണുന്നവരെന്താ കരുതുക, ഈ കുട്ടി ഈ ലൈവ് പറഞ്ഞിട്ടില്ലെങ്കിൽ കാണുന്നവരെന്താ കരുതുക, ഇതെല്ലാം റിയലാണ്. ആ കുട്ടിയും പിന്നെ വേറൊരാളും തമ്മിലുണ്ടായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളാണെന്ന് കരുതുക. കാരണം വിരൽ വെക്കുമ്പോൾ സ്കൂച്ച് ചെയ്യണം എന്നുള്ളത് ഒക്കെ പറഞ്ഞു കൊടുത്താണ്. 14 വയസ്സുള്ള കുട്ടിയാണേ, ചെറിയ കുട്ടിയാണ്, കാണാൻ നല്ല രസമുള്ള കുട്ടി. കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ 14 വയസ്സാണെന്ന് തോന്നുന്നില്ല. ഞാനത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാവുന്ന പിന്നെ ഈ വിഷയത്തിൽ പർപ്പസ്ഫുള്ളി ശ്രദ്ധിച്ചു. ആ കുട്ടിയുടെ ശാരീരിക വളർച്ച, ശാരീരിക ഘടന ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി ഒരു 18 വയസ്സൊക്കെ തോന്നിക്കും. അപ്പൊ ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കില്ലേ? എന്നിട്ട് ഇവന്മാർ ഇത് പോൺ സൈറ്റിൽ കൊണ്ടുപോയിട്ടുള്ളത്. അത് മാത്രമല്ല, രണ്ടാമത് പിന്നെ പിന്നെ ടോപ്പ് ഇട്ടിട്ടുള്ള അതിനകത്ത് തന്നെ ഈ കുട്ടിയുടെ ഷർട്ട് മെല്ലെ മേലേക്ക്, ഈ ഉടുപ്പ് മെല്ലെ മേലേക്ക് ആക്കിയിട്ട് ഈ വയറിന്റെ അവിടെ പുക്കളിന്റെ അവിടെ ഇങ്ങനെ തലോടുന്നു നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഫോർ പ്ലേയുടെ സാധനമാണ്. പിന്നെ കാലിലെല്ലാം തടവുന്നു, തുണിയുടെ മേലെ കൂടി ബൂപ്സിൽ പിന്നെ തലോടുന്നു, പ്രസ് ചെയ്യുന്നില്ല. പിന്നെ കഴുത്തിൽ ഇവിടെയൊക്കെ തലോടുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വിരൽ വെച്ച് കൊടുക്കുമ്പോൾ ആ കുട്ടിയെ സ്മൂച്ച് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സീനുണ്ട്. അടുത്തൊരു സീനിനകത്ത് ഈ കുട്ടിയെ കൊണ്ട് മുലക്കച്ച പോലെയുള്ളത് കെട്ടിച്ചിരിക്കുക. അപ്പം എന്ന് വെച്ചാൽ ഒരു ക്ലീവേജ് കാണുന്ന രീതിയിൽ അവിടെ പോയിട്ട് തലോടുന്നു, ഒരു കുപ്പി വെക്കുന്നു. എനിക്ക് തോന്നുന്നു നെപ്പോളിയൻ ബ്രാൻഡിയുടെ ആണെന്ന് തോന്നുന്ന കുപ്പി കണ്ടിട്ട്. കാരണം ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് കഴിച്ചിട്ടുള്ള സാധനം, ആ കുപ്പിയുടെ കളർ കണ്ടിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അപ്പോൾ ആ കുട്ടി പിന്നെ എന്താ പറയുക വികാര തരളതയാവുന്ന രീതിയിൽ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. നിഷ്കളങ്കമായിട്ടുള്ള ശരിയാ തോന്നി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ. കാരണം ഈ കുട്ടിയുടെ ലൈവ് കണ്ടിട്ടാണല്ലോ ഞാൻ വീഡിയോ കണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ വലിയ പാപ്പക്കടുണ്ട്. ആദ്യം ഇത് ചെയ്തവന്മാർ പോട്ടെ, അവന്മാർ ചീറ്റിംഗ് ആയത് പോൺ സൈറ്റിൽ തീർത്തിട്ടു. ആൾക്കാർ കരുതുന്നത് പോണാണ്. രണ്ടുപേര് തമ്മിലുള്ള ഫോർ പ്ലേ, ഒറിജിനൽ ഫോർ പ്ലേയുടെ അതേ ഫീലാണ് അത് കണ്ടു കഴിഞ്ഞാൽ തോന്നുക. എ ടു സെഡ് എല്ലാ വഴിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കിസ് കൊടുക്കുന്നു, പിന്നെ നന്മ കൊടുക്കുന്നു, മുത്തം കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ വലിയ പ്രശ്നമുണ്ട്, അപകടമുണ്ട്. ഇതിൽ രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. വേണമെങ്കിൽ അമ്മമാർ പിന്നെ മക്കളെ പിന്നെ നടിമാരായിട്ട് കാണണം നിർബന്ധമാണെങ്കിൽ, പിന്നെ മോനെ താരായിട്ട് കാണണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അമ്മമാർ പോയിട്ട് അവർക്ക് പക്വതയുള്ളവർ അവർ പോയിട്ട് കടന്നു കൊടുക്കട്ടെ. ഇപ്പം മോനിഷയുടെ അമ്മേനെ കുറിച്ച് കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട് MT ആയിട്ട് ബന്ധപ്പെട്ട്. MT അങ്ങനെ ഒരുപാട് കേസുകൾ കേട്ടിട്ടുണ്ട് MT കുറിച്ച്. MT ലോകോത്തര എഴുത്തുകാരനാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. MT 4 കെട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുക. MTയുടെ കഥകളുടെ രീതി എന്നെടുത്ത് നോക്കൂ. അക്കൽ ദാമയിൽ പൂക്കൾ വിട്ടിരുമ്പോൾ ബിബ്ലിക്കൽ സാധന യേശു ക്രിസ്തുവിന്റെ പിന്നെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു ആംഗിളിൽ കാണുന്നു. അപ്പൊ നമുക്ക് ഈ സാധനം എന്റെ ആശ്രയാണ്. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള സാധന, ഇങ്ങനെ കാണാം.
ഇതിന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് കഴിഞ്ഞ ദിവസം പൊട്ടിയിട്ട് പൊളിഞ്ഞു പോയതാ എന്റെ കയ്യിൽ നിന്ന് അറിയാതെ. പക്ഷെ ഞാൻ എന്നാലും ഇത് കളഞ്ഞിട്ടില്ല. ഇത് പൊട്ടിയ ആശ്രയാണ് എന്ന് കാണുന്നവന് കാണാം. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്രയാണ്. ഇത് ആശ്രയ എന്ന് പറഞ്ഞത് പിന്നെ കളിമണ്ണുണ്ടായിട്ടുള്ള സാധനം കേട്ടോ. കളിമണ്ണ പിന്നെ ക്ലേയിലുള്ള സാധനമാണ് കംപ്ലീറ്റ്. എനിക്ക് ഇത് ഇഷ്ടമായിട്ട് വെച്ചിരിക്കുന്ന. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യത്തെ കാണുമ്പോൾ രണ്ട് തരത്തിൽ. ഇപ്പൊ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഇപ്പൊ രണ്ടാം മുഴം എന്നുള്ള അദ്ദേഹത്തിന്റെ നോവലെടുത്ത് നോക്കൂ. ഈ മഹാഭാരതത്തിനകത്ത് വലിയ റോളില്ലാത്ത ഭീമനെ നായക കഥാപാത്രമായിട്ടൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാഭാരതത്തിൽ നിന്ന് ഒന്ന് വേറെ രീതിയിലേക്ക് വേറെ ആംഗിളിൽ കണ്ടിട്ടൊന്ന് മാറ്റി പിടിച്ചെഴുതുക. പക്ഷെ ബേസിക് സാധനം മഹാഭാരത. അക്കൽദാമയിൽ പൂക്കൾ വിട്ടിരുമ്പോൾ ബേസിക് സാധനം ബൈബിളാ. വലിയ എഫേർട്ട് ഇല്ല. അതേപോലെ തന്നെ ഇപ്പോ വടക്കൻ വീരഗാഥ എടുക്കുമ്പോൾ നോക്കൂ. ചതിയൻ ചന്തു എന്ന് പറയുന്ന വടക്കൻ പാട്ടുകളുടെ കഥാപാത്രത്തിനെ നായക കഥാപാത്രമാക്കുന്നു. തച്ചോടി യോഗനെ ഇപ്പുറത്ത് പിന്നെ നായക കഥാപാത്രത്തിൽ നിന്ന് പിന്നെ വില്ലനാക്കി മാറ്റുന്നു. ഇത് വളരെ ഈസി വർക്കാണ്. അത്യാവശ്യം ബുദ്ധി വേണമെന്ന് മാത്രം. അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവണം. അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ട്. പിന്നെ എഴുതാനുള്ള മനസ്സുമുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കരുതാറുണ്ട് എഴുത്തിലേക്ക് തിരിയണം. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എഴുതുമായിരുന്നു. പിന്നെ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും തുടർച്ചയായിട്ട് 3 വർഷം കഥാരചനയ്ക്കും എസ്എ റൈറ്റിങ്ങിനും മലയാളം പ്രസംഗത്തിനും, മലയാളം കഥാരചന, മലയാളം എസ്എ ഉപന്യാസ രചന, മലയാളം പ്രസംഗം, ഇതിന് മൂന്നിനും അങ്ങനെ തുടർച്ചയായിട്ട് 3 വർഷമില്ല. സെക്കൻഡ് ഇയറിന് ഞാൻ ചെയർമാൻ ആയതുകൊണ്ട് ഞാൻ മത്സരിച്ചില്ല. ഫസ്റ്റ് ഇയറിന് ഫസ്റ്റാണ്. ഫൈനൽ ഇയറിന് പിന്നെ ഞാൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതൊക്കെ ആയതുകൊണ്ട് അന്നും മത്സരിച്ചു. അന്നും ഫസ്റ്റാണ്. 3നും ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ട് എഴുത്തിലേക്ക് പോകണം. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പം വളരെ ഫ്രീ ആണ്. ഒരു പരിപാടിയില്ല. ഇടയ്ക്ക് 3-4 വീഡിയോ ചെയ്യണം, നടക്കാൻ പോകുന്നു, സൈക്കിളിൽ കയറുന്നു, പിന്നെ സൈക്കിളിൽ കുറച്ചേരം ഓടിക്കുന്നു, നീന്താൻ പോകുന്നു. ഇതല്ലാതെ വേറെ പിന്നെ ഫുഡ് അടിക്കുന്നു, പിന്നെ ഇന്ന് പത്രം നോക്കുന്നു, ന്യൂസുകൾ, പിന്നെ ഇപ്പോൾ അർജുൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എഴുത്തിലേക്ക് തിരിച്ചു വരാണ്. പക്ഷേ നമ്മളെ ബേസിക് ആയിട്ടുള്ള മടിയുണ്ട്. നമുക്ക് പേനെടുത്ത് എഴുതാൻ കഴിയില്ല. ഇനി വോയിസ് ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും ഒന്നും തോന്നുന്നില്ല. നമ്മൾക്ക് നമ്മളെ ലൈഫ് സ്പോയിൽ ചെയ്യുക. അവിടെ MT 84-85 വയസ്സിലും ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് അസൂയ തോന്നാറുണ്ട്. അപ്പോൾ M. മുകുന്ദനോടൊക്കെ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ മോനിഷ വന്നതിനകത്തിന്റെ വഴി, പക്ഷേ മോനിഷയുടെ അമ്മ കാണിച്ചിട്ടുള്ള മാന്യത ഉണ്ട്. എന്റെ മോളെ വിട്ടുതരില്ല. ഖത്തറിൽ എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്. 2 സംഭവങ്ങളുണ്ട് ഖത്തറിൽ ഉണ്ടാകുമ്പോൾ. ഖത്തറിൽ ഒന്ന് പിന്നെ ഒരു പെൺകുട്ടിക്ക് നന്നായി പാട്ട് പാടുന്ന കുട്ടിയായിരുന്നു. അവസരം കിട്ടുമ്പോൾ അവിടെ ഈ ഒരു മ്യൂസിക് പ്രോഗ്രാം നടന്നപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരിടത്തൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് അയാളെ ഫിലിം എടുക്കാനുള്ള ഡയറക്ടർ, പിന്നെ അയാൾ പുതുതായിട്ട് പിന്നെ കോൺട്രാക്ട് ഒപ്പിട്ടിട്ടുള്ള ഡയറക്ടർ കൂടെ ഉണ്ട്, ഫിലിം ഡയറക്ടർ. രണ്ടുപേരും പിന്നെ ഈ അമ്മയും നല്ല രസമുള്ളതാണ്. പേരൊന്നും പറയുന്നില്ല. ആ കുട്ടി ഇപ്പം നല്ല മിടുക്കിയായിട്ട് മലയാള സിനിമ പിന്നണി ഗാന രംഗത്തുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഈ അമ്മേൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തപ്പോൾ അമ്മ സമ്മതിച്ചു. 2 പേർക്കും, മ്യൂസിക് ഡയറക്ടർക്കും ഫിലിം ഡയറക്ടർക്കും കൊടുത്തു. എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഒന്നിനും കൊള്ളാത്ത ഒരു പിന്നെ പാട്ട് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം മെയിൻ സ്ട്രീം സിംഗേഴ്സ് തന്നെ പാടി. പക്ഷേ അതിനുശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷം എവിടെയും കടന്നു കൊടുക്കാതെ, അമ്മയും പോയില്ല, മോളും പോയില്ല, എവിടെയും ഒന്നിനും പോയിട്ടില്ല, ഒരു വഴങ്ങിക്കൊടുക്കലും ഇല്ലാതെ, ഒരു കാസ്റ്റിംഗ് കൗച്ചും ഇല്ലാതെ അമ്മ പോയത് ഈ കിടന്നത് മിച്ചം, വേറെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അത്യാർത്ഥിയാണ്. മോളെ എങ്ങനെയെങ്കിലും ഇതാക്കണം. എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോ, വഴങ്ങി കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പിന്നെ മക്കളെ നോട്ട് കൊടുക്കരുത്. അത്ര സീനുകളിൽ അഭിനയിക്കാൻ, ന്യൂഡിറ്റിയുള്ള സീൻ, അങ്ങനെയുള്ള സീനുകൾ, ഈ പിന്നെ ലൈംഗിക ചൊവ്വയുള്ള സീനുകൾ അഭിനയിക്കാൻ നിങ്ങളെ മക്കളെ വിട്ടുകൊടുക്കരുത്. അവർ 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുകയാണെങ്കിൽ പോട്ടെ. ഇപ്പൊ കനിക്കുസൃതി പോയത് സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. മൈത്രേയൻ അതേസമയം കനിക്കുസൃതിക്ക് ഒരു 12 വയസ്സുണ്ടാകുമ്പോൾ അവളെ അച്ഛൻ മൈത്രേയനോ അല്ലെങ്കിൽ ജയശ്രീയോ കൊണ്ടേതാണെന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കും. കനിക്കുസൃതി പോയത് സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. രമ്യ നമ്പീശ പോയത് സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. ഫഹദ് പോയത് സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. അങ്ങനെ പോട്ടെ. ഷക്കീര പോയത് സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് ടു ഡു, ബട്ട് ഡോണ്ട് ഫോഴ്സ് ദം. അതാണ്. മൈനറാവുന്ന സമയത്ത് അവരെ ഉപയോഗിക്കരുത്. ബേബിശാലിനേക്ക് ബാക്കിയുള്ളവരൊക്കെ അഭിനയിച്ചിട്ടില്ല. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഈ മേപ്പടിയാനിൽ അഭിനയിച്ച മോളൊക്കെ എന്ന് പറഞ്ഞാൽ അത് മാന്യമായ റോളിനകത്താണ്. അല്ലാത്തതിനകത്ത് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കരുത്. അങ്ങനെ കുഞ്ഞുങ്ങളെ നടിമാരായിട്ട് നടന്മാരായിട്ട് നിങ്ങൾ കാണണ്ടാന്നേ. ഈ ഞരമ്പ് രോഗികളുടെ ഇടയ്ക്ക് വിട്ടുകൊടുത്തതിന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുക. അവിടേക്ക് ഇങ്ങനെ ഈ രക്ഷിതാക്കൾ കുറച്ച് ശ്രദ്ധ കാണിക്കേണ്ടതാണ്. സിനിമയൊന്നും അല്ല ലോകം. സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നാളെ ആത്മഹത്യ ചെയ്യണോ?
തുല്യ ലോകമായിട്ട് എടുത്തല്ലേ. സിനിമയും ബിഗ് ബോസും ഒക്കെയാണ് ഇപ്പൊ എല്ലാവരുടെയും സ്വപ്നം. സിനിമയും ബിഗ് ബോസും ഒന്നല്ല. ഇതൊന്നും സ്വപ്നം കാണാതെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും സംതൃപ്തിയോട് കൂടി ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ചാണകം മെഴുകിയ തറയിൽ കിടന്നുറങ്ങുമ്പോൾ കട്ടിൽ പോലും ഇല്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്നവരുണ്ട്. പിറ്റേന്നിന് അവർ എഴുന്നേറ്റ് പണിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ സിനിമ, ബിഗ് ബോസ്, പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ, പിന്നെ കോടികളുടെ പണം, എന്നിട്ട് അംബാനിയുടെ കല്യാണം ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അംബാനിയുടെ കല്യാണത്തിന്റെ ഒരു വീഡിയോയും കാണാൻ പോയില്ല. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നോക്കും. കണ്ട് ഇങ്ങനെ കരുതി യോന്മാർക്കൊക്കെ എന്തോ ഭ്രാന്താണല്ലോ എന്ന് കരുതും. അംബാനിയുടെ കല്യാണത്തിന് അവർ വന്നു. പിന്നെ മകൻ മരിച്ചപ്പോൾ സിദ്ദിഖ് കരഞ്ഞു. പിന്നെ മകൻ മരിച്ച പിന്നെ ആരും കരയില്ലേ? എന്റെ പെങ്ങൾ മക്കളെ മരിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? പെങ്ങന്മാർ മരിച്ചാൽ ചിലപ്പോൾ പിന്നെയും സഹിക്കും. കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു നമുക്ക് ലോകത്ത് ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും. മമ്മൂട്ടിയുടെ ഉമ്മ മരിച്ചപ്പോൾ മമ്മൂട്ടി അവസാനമായി കാണുന്നു. പിന്നെ ഉമ്മ മരിച്ചാൽ കാണൂലേ? എന്ത് തലക്കെട്ടാന്ന് എനിക്കറിയില്ല. മീനാക്ഷിക്ക് ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ ദിലീപും കാവ്യയും കൂടി വന്നു. പിന്നെ ബാക്കി ഡോക്ടറേറ്റ് കിട്ടുമ്പോൾ പിന്നെ ഈ എഴുതിയ അവന്മാരെ അപ്പൂപ്പനെയാണോ വിളിച്ചുകൊണ്ട് പോവുക? ഇതൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യമല്ലേ? എന്താ പറയുക? ഈ നാടെങ്ങട്ടാ പോണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ട് ഇങ്ങനെ അതിന് ഞാൻ പറയാം, അങ്ങനത്തെ വീഡിയോകൾ ക്ലിക്ക് ചെയ്യരുത്. ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ക്ലിക്ക് ചെയ്യാറില്ല. കാരണം വെച്ചാൽ അറിയാതെ എൻ്റെ ഒരു 10 പൈസ പോലും പോകരുത്. കാരണം ഇവരതെല്ലാം മോണിറ്റൈസർ, എൻ്റെ മാതിരിയല്ല. ഓക്കെ, ശരി എന്നാൽ ഗുഡ് നൈറ്റ് പറയാനില്ല. ചിലപ്പോൾ ഇനിയും വരും. ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ കാണിക്കാത്തത് മനഃപൂർവ്വമാണ്. കാരണം ഇനിയും ആ കുഞ്ഞിനെ അപമാനിക്കുന്നത് ശരിയല്ല. 10-23 കുഞ്ഞെന്ന് പറയാൻ വയ്യ, 10-23 വയസ്സായിട്ടുണ്ടാവും കുട്ടി. അവൾ കല്യാണമൊക്കെ കഴിച്ച് വളരെ ഭംഗിയായിട്ട് അവളെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ അവൾക്ക് പിന്നെ ഒരു അഭിഭാഷക എന്ന രീതിയിൽ ആ പ്രൊഫഷനിൽ തിളങ്ങാൻ പറ്റട്ടെ. പക്ഷേ കുട്ടീനെ അയ്യിരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ അമ്മ ഇങ്ങനെ അടുത്തിരിക്കുക, ഒരു പത്രം വായിച്ചിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ പോൺ സൈറ്റിൽ ഇട്ടപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ പിന്നെ പോൺ സൈറ്റിൽ ഞാൻ പറഞ്ഞ 4 ലിങ്കും കൂടി അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. യൂട്യൂബിലാണ് എനിക്ക് അയച്ചു തന്നത്. പോൺ സൈറ്റിൽ ഇട്ടപ്പം ഈ അമ്മയുടെ ഭാഗം കട്ട് ചെയ്തിട്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർലി ഒരു ഫോർ പ്ലേ ആണ്. സെക്സിന് തൊട്ട് മുമ്പുള്ള പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണ്. അതാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, വായിച്ചെടുക്കാൻ കഴിയുക. അങ്ങനെ അത് മാത്രം കാണുന്ന ആളുകൾക്ക്. അത് മാത്രമല്ല, ഇത് കണ്ടാലും ഈ അമ്മളുടെ ഭാഗം കണ്ടാലും ഈ കുട്ടിയുടെ ലൈവ് കാണാതെ ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കരുതും അത് പിന്നെ ആരോ കൂട്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ നിന്നാണെന്ന്. അമ്മയാണെന്നൊന്നും കരുതില്ല. അത്ര കണ്ട് ആ കുട്ടിയെ അത്ര കണ്ട് സെക്ഷലി പിന്നെ അങ്ങനെ അവതരിപ്പിക്കുകയാണ്. കുട്ടിയുടെ ശരീരഘട്ടങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ ഇതാ കാണാൻ പറഞ്ഞിട്ട് കാൽവരൽ തൊട്ട് ഈ നെറ്റി വരെ എല്ലാ സ്ഥലത്തും ഇയാളുടെ കൈ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആരും ചെയ്യരുത്. ഞാനിത് കാണുന്നതിൽ കേൾക്കുന്ന പിന്നെ ഏതെങ്കിലും പിന്നെ പ്രേക്ഷകർക്കകത്തുള്ള ഏതെങ്കിലും ആളുകൾക്ക് മക്കളെ നാളെ നടിയാക്കണം നടനാക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളവർ ചിന്തിക്കണത് ആ കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം. എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർ, പേരം പറയുന്നില്ല, മുസ്ലിം ചെറുപ്പക്കാരനാണ്. അവനൊരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നൊക്കെ ബീറൊക്കെ അടിക്കുന്നതാണ്. പക്ഷേ ബീറടിച്ചാൽ എനിക്ക് കിക്കാവും അന്ന്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞങ്ങൾ ടൂർ പോയത് നിലമ്പൂരിട്ട് പോയപ്പോൾ ഞങ്ങൾ 6 പേര് പോയപ്പം 3 കുപ്പി ബീറ, അരക്കുപ്പി എന്നിട്ടാണ് അന്ന് കിക്കായി. കാരണം വെച്ചാൽ അന്ന് ഫോട്ടോ അടിക്കില്ല. കാരണം ഈ സാധനം കുറച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു പരിഭ്രാന്തിയായിരുന്നു. ഏത് 24 വയസ്സുള്ളപ്പോഴാണ് അരക്കുപ്പി ബീർ അടിച്ചിട്ട് നമുക്ക് കിക്കായി. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ചിരി വരും. അപ്പം പിന്നെ അന്നിങ്ങനെ ഈവൻ ഞങ്ങൾ പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ കുറച്ച് അടിച്ച് ഇങ്ങനെ ബീർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ഓട്ടോ ഡ്രൈവറാണ്. അവൻ പറഞ്ഞു, ഒരു വേറെ ആളെ പേരും പറഞ്ഞു, മരക്കച്ചവടക്കാരനാണ്. അയാൾ എന്നെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അയാളെ ഭാര്യ ഉപയോഗിക്കുന്നു, അയാൾ അനുമതിയോട് കൂടിയിട്ട്. അപ്പം എന്താ വെച്ചാൽ ഇപ്പം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്നും ഇങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ചുഴിഞ്ഞ് ഞാൻ പിന്നെ ചോദിക്കുക എന്താ പിന്നെ അവനെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ എന്താ സംഭവിച്ചത്. പിന്നോട് പറഞ്ഞു അയാൾക്ക് ഭാര്യയിൽ താല്പര്യമില്ല, അയാൾക്ക് ഈ പിന്നെ പ്രകൃതി വിരുദ്ധത്തിലാണ് താല്പര്യം. അതിപ്പം മലപ്പുറത്ത് ടോട്ടലി ഉള്ള സാധനമാണ്. കോഴിക്കോടും പൊന്നാനി, തിരൂര്, പിന്നെ ഞങ്ങളെ മഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പാകിസ്ഥാനികൾക്കും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഒമാനികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ട്. ഗൾഫിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ നേപ്പാളി പയ്യന്മാരെടുത്ത് ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വരുന്നത്. ഇവർക്ക് പെപ്സി മേടിച്ചു കൊടുക്കും, ഫുഡ് മേടിച്ചു കൊടുക്കും. ഞാൻ പിന്നെ അവരുടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതിനുള്ളിൽ കയറിയിട്ടുള്ള ഫുഡ് സപ്ലൈ ഒന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ സാധനം ലോഡ് കൊണ്ടുവന്ന ഡ്രൈവർമാരാണ് ഈ പട്ടാണികൾ ഡ്രൈവർമാർക്ക് വരുമ്പോൾ. പക്ഷെ അവർ നല്ലവരാ, എന്നോടൊക്കെ നല്ല നീറ്റാണ്, നല്ല സ്നേഹമുള്ളവരാണ്. എനിക്ക് വേണ്ടി അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിറിയക്കാർക്ക്, അതേപോലെ തന്നെ മിസ്രികൾ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻസ്, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ ഈജിപ്ഷ്യൻസിനും സിറിയക്കാർക്ക് ഈ ഒമാനികൾക്ക്
പിന്നെ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് കൂടുതൽ പാകിസ്ഥാനികൾക്ക് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ വളരെ അപൂർവമായിട്ട് വരാറുള്ള ഒരു ലേബർ പണിക്ക് വരിക, ഡ്രൈവർമാരായിട്ട് വരില്ല. ഇവർക്ക് എന്താ വെച്ചാൽ ഈ പ്രകൃതി വിരുദ്ധ താല്പര്യം, അതേപോലെ തന്നെ ഈ മരക്കച്ചവടക്കാരന് അതിലും താല്പര്യം. പറയുമ്പോൾ അയക്ക് 2-3 കുട്ടികളുണ്ട്, ഇനിയിപ്പോൾ ആരതാണെന്ന് എനിക്കറിയില്ല. ഈ താത്തയാണെങ്കിൽ നല്ല സുന്ദരിയാണ് അത്ര, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇയാളെ എനിക്കറിയാം, പക്ഷേ ഞാൻ ഇതുവരെ അയാളോട് ചോദിച്ചിട്ടില്ല. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓപ്പണായിട്ട്, അവന് ഒരു കൺഫെഷൻ, അവന് സങ്കടമോ കുറ്റബോധമോ എന്തൊക്കെയായിട്ട്. എന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് നല്ലോണം ഓട്ടം കിട്ടും ഇഷ്ടം പോലെ, അയാൾക്ക് നല്ല വലിയ ബിസിനസ്സുകാരനാണ്. ഇപ്പം ഇവൻ്റെ ഓട്ടോറിക്ഷ എല്ലായിടത്തും പോവുക. അപ്പോൾ ഇവനെ യൂസ് ചെയ്യും, അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മക്കളെ കിടന്നുറങ്ങി കഴിയുമ്പോൾ രാത്രി പോയിട്ട് ഇവന് ബീറും മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഇവനെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന് അയാളപ്പുറത്ത് പോയി കിടക്കും, ഇവൻ പിന്നെ അയാളെ ഭാര്യയുടെ കൂടെ കിടക്കുന്നത്, അയാൾക്ക് പരാതിയില്ല. അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് ഇവൻ പൂരുക. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ള സമയത്ത് ആൺകുട്ടികളെ പോലും ഇതിനൊക്കെ ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിലിം വീട്ടിലേക്ക് ബാക്കിയുള്ള ഒരു വേണ്ട ഡാൻസ് ടീച്ചേഴ്സിന് ഇപ്പോൾ കരാട്ടെ മാഷ് കണ്ടില്ലേ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അരീക്കൂട വലപ്പുറത്ത് അവിടെ എവിടെയോ ആത്മഹത്യ ചെയ്തത്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ടായിരുന്നു. 45 വയസ്സുള്ള ഒരുത്തനാ പോത്ത്. ഇവൻ പറയുന്നത് ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഗുരു എന്ത് ചെയ്താലും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഈ കുട്ടികളെ സെക്സ്വലായിട്ട് യൂസ് ചെയ്തു. ഇങ്ങനെ ഈ പിന്നെ അതുപോലെ ഡാൻസ് പഠിപ്പിക്കുന്നിടത്ത് കുറച്ച് സ്ത്രൈണതയില്ല. അപ്പം നമ്മൾ ഈ ചാന്ത് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെയുള്ള അധ്യാപകരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പെൺകുട്ടികൾ വളരെ സേഫാണ്. പിന്നെ ആൺകുട്ടികളെ കാര്യം നോക്കിയാൽ മതി. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു പിന്നെ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ എൻ്റർലി ഡിഫറൻറ്റാണ്. അവർക്ക് അങ്ങനെ ഒരു ലൈംഗിക ആകർഷണം തോന്നൂല. പക്ഷെ പെൺകുട്ടികളൊക്കെ വിടുമ്പം പിന്നെ പ്രത്യേകിച്ച് സാധാ ഡാൻസ് ആണെങ്കിൽ ബോഡിയിൽ വല്ലാതെ പിടിച്ചിട്ടുള്ള ഡാൻസ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കണം. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ഇവരങ്ങനെ ഉണ്ടല്ലോ, പൊടിച്ചിരിയാക്കൽ കരാട്ട പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഇത് അനാവശ്യമായിട്ട് ടച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം മലപ്പുറത്ത് കഴിഞ്ഞ വർഷം എൻ്റെ സുഹൃത്ത് പിന്നെ അവിടെ ആ സ്കൂളിൽ പഠിച്ച പെൺകുട്ടിയെ എന്നോട് പറഞ്ഞത്, അവളിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക. പേര് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവൾ പിന്നെ യൂണിറ്റ് വുമൻസ് കോളേജിലെ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. എൻ്റെ സമകാലികയാണ്, എന്നെക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. അവൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ആ സമയം ഉണ്ടായപ്പോൾ CPM കൗൺസിലറായിരുന്നു മലപ്പുറത്തെ. 19 കുട്ടികളാണ് അലുമിനി യോഗം കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുത്ത അയാൾക്കെതിരെ പിടിച്ചകത്തിട്ടു. ശശികുമാർ എന്തോ പറഞ്ഞിട്ട് അയാളുടെ പേര്. 2 വർഷം മുമ്പാണ്. ഇയാളുടെ പരിപാടി പെൺകുട്ടികളുടെ ഇങ്ങനെ ചോക്ക് എടുത്തിട്ടിടുക ബ്ലൗസിനുള്ളിലേക്ക്, എന്നിട്ട് അയാൾ തന്നെ ചോക്ക് ഇങ്ങനെ കൈയിട്ടെടുക്കുക. ഏത് 9ലും 10ലും പഠിക്കുന്ന കുട്ടികളുടെ. ഇമാതിരി തെമ്മാടികളുള്ള കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളെ വിട്ടിട്ട് കുട്ടികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തോ. പ്രകൃതി വിരുദ്ധക്കാരൻ്റെ അടുത്ത് അച്ഛൻ പോയി കിടന്നു, അല്ലാത്ത പെണ്ണുങ്ങളുടെ അടുത്ത് താല്പര്യം വുമണൈസേഴ്സ് ആയിട്ടുള്ള ഡയറക്ടർ ഇവരൊക്കെ ആണെങ്കിൽ അമ്മ പോയി കിടന്നു, കുഴപ്പമില്ല. മറ്റേ മക്കളെ 18 വയസ്സിന് മുമ്പ് നിങ്ങൾ അങ്ങനത്തെ പിന്നെ ഒരു സീനിൽ അഭിനയിക്കാൻ പോലും വിടരുത് എന്നുള്ള പിന്നെ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കകത്ത് രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കണം പോലീസ് എന്നുള്ള അഭിപ്രായമുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ സ്ത്രീധനം കൊടുക്കുന്നതും കുറ്റമാണെന്ന്. ഞാൻ ഇത്ര 100 പിന്നെ പവൻ സ്ത്രീധനവും അല്ല 100 പവനും 10 ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്തുകൊണ്ട് പരാതി കൊടുക്കുന്ന തന്തമാർക്കെതിരെയും കേസെടുക്കണം. വാങ്ങിച്ചതിനെതിരെ മാത്രമല്ല, അതിന് മോള് മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും. ഇപ്പൊ വിസ്മയ കേസിലൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ തന്തേന്ദ്രയെ പൈസ എന്തിനാ സ്ത്രീധനം കൊടുത്തൊരു MBDA വിലക്കി മേടിച്ചു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അല്ല പിന്നെ MBIA മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിലക്കി മേടിച്ചു കിരൺ എന്ന് പറഞ്ഞോണെ. അതുകൊണ്ട് മോളും പോയി. എന്തിനാ ഈ 100 പവന് പിന്നെ ഇതും കൊടുത്തിട്ട് എടുത്താളെ വിലക്കിട്ട് കാറും കൊടുത്തു. കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. കൈക്കൂലി കൊടുക്കുന്നവരെയും ഈ കൊടുത്തു എന്നിട്ട് വിജിലൻസിൽ പിന്നെ അല്ല കൊടുത്തു എന്നിട്ട് കാര്യം നടത്തി തന്നില്ല എന്നുള്ള കേസ് കൊടുക്കുമ്പോൾ കേസ് കൊടുത്തവനെതിരെ പിന്നെ കേസെടുക്കണം. സ്ത്രീധനം കൊടുത്തവനെതിരെ കേസെടുക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണം. ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കുക. രാത്രി വീണ്ടും വരും.